മാതാവിൻ്റെ കുരിശുപള്ളി. പാലായുടെ അഭിമാനമാണ് പാലാ കുരിശുപള്ളി. പാലായുടെ ഐക്കണാണ് കുരിശുപള്ളി മാതാവിൻ്റെ നടയിൽ മെയ് 1 മുതൽ 31 വരെ നടക്കുന്ന വണക്കവാസത്തിൻ്റെ പൂർത്തീകരണത്തെ വണക്കവാസത്തിൻ്റെ കാലം കൂടുന്ന സമയത്ത് പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം കൊടുക്കുന്ന ഒരു പതിവ് CIML ഉണ്ട്. CIML എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് പാലായിൽ സ്ഥാപിതമായ കാത്തലിക് എന്നൊരു സംഘടന അതൊന്നും അജേയമായി ചെയ്യുകയാണ്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും പാലാ ജൂബിലിയും ഒക്കെ നടത്തുന്നത് CIML സംഘടനയോടുകൂടിയാണ്. തിരുവനന്തപുരക്കാരായ പാലായിലെ ഒട്ടേറെ ഇത് പറയാൻ തിരികെയല്ല അതുപോലെയുള്ള കാരണവന്മാരൊക്കെ ഇതിനകത്തുണ്ട്. അവരൊക്കെ മക്കളൊക്കെ തന്നെയാണ് ഇന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കേറെ അഭിമാനമുണ്ട്. വലിയ സ്ഥാനത്തിൽ എല്ലാ വർഷവും വസ്ത്രം തരുന്നതിന് വേണ്ടി CIML നേതൃത്വം ഏറ്റെടുക്കുകയും കഴിഞ്ഞ വർഷവും പോയ വർഷങ്ങളിലെല്ലാം വികസനം തുടങ്ങിയ കാലം മുതൽ നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ മുണ്ടുകളും നൈറ്റികളും തോർത്തുകളും ഒക്കെ ആയിട്ട് ഈ സഹോദരങ്ങൾ എത്തും. ഇവരെല്ലാവരും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ വർഷവും മെയ് 31 കഴിയുമ്പോൾ CIML ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് പോകണ്ടേ. അതിനുവേണ്ടി എല്ലാവരും ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. മജിസ്ട്രേറ്റിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സംഭരിച്ച ഈ വസ്ത്രങ്ങളും അതോടൊപ്പം ഞങ്ങളുടെ ചെറിയ സംഭാവനയും ഏൽപ്പിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നത്. സന്തോഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗ മനോഭാവത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ പ്രസ്ഥാനം ദൈവാനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മെയ് മാസത്തോളം എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഞങ്ങൾക്കിവിടെ വരുവാനും ഞങ്ങളെ പറ്റുന്ന രീതിയിൽ ഇവിടെ നിന്നുള്ള റെസ്പോണ്ട് തരാനും എല്ലാ മെമ്പർമാരും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഇത്രയും തരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കും നന്ദിയുണ്ട്. ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരാളെ നോക്കാൻ സാധിക്കാതെ വരുന്നൊരു കാലഘട്ടമാണുള്ളത്. ഞങ്ങളത് അനുഭവിച്ച ആളാണ്. സന്തോഷേട്ടൻ ആയിരക്കണക്കിന് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പ്രായമുള്ള മാതാപിതാക്കന്മാരെ ഇരുകൈകളും സ്വീകരിച്ച് നോക്കി പരിപാലിച്ചു കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ അവസാന ഭവനിലെ നമ്മുടെ അച്ഛനായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ മര്യാദ സന്തോഷേട്ടനാണ്. എൻ്റെ സഹോദരൻ ഒരു മാനസിക രോഗിയായിരുന്നു. എൻ്റെ കുടുംബത്തിന് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വർഷങ്ങളോളം മര്യാദാസനത്തിൽ എൻ്റെ സഹോദരനെ പരിപാലിക്കുകയും അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുകയും മരുന്ന് സമയത്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് പരിപാലിച്ചു. എൻ്റെ സഹോദരനെയും മര്യാദാസനത്തിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ച് മരണപ്പെട്ടു പോയത്. എൻ്റെ കുടുംബത്തിന് സന്തോഷേട്ടനുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് മറക്കാൻ പറ്റാത്ത ഒരു പുണ്യാത്മാവാണ് നമ്മുടെ സന്തോഷേട്ടൻ. മര്യാദാസദനം വളരെയേറെ അഭിമാനത്തോടു കൂടിയാണ് പാലാക്കാരൻ ലോകം മുഴുവൻ ഈ മര്യാദാസദനത്തെ വീക്ഷിക്കുന്നത്, കാണുന്നത്.